നമസ്കാരം. രാജ്യത്തെ ഞെട്ടിച്ച പഹൽഗാം ആക്രമണത്തോടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ താറുമാറായി. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യൻ സൈന്യം ചുട്ട മറുപടിയാണ് പാകിസ്ഥാന് നൽകിയത്. പാക് അതിർത്തി പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ഭീകര ക്യാമ്പുകൾ ഇന്ത്യൻ സൈന്യം തകർത്തു. പാകിസ്ഥാനുമായി ഉണ്ടായിരുന്ന നിരവധി കരാറുകളിൽ നിന്നും ഇന്ത്യ പിന്നോട്ടു പോവുകയാണ് ചെയ്തത്. ഇന്ത്യയുടെ ഭാഗത്തു നിന്നുമുണ്ടായ ശക്തമായ തിരിച്ചടിയിൽ സമ്മർദ്ദത്തിലായ പാകിസ്ഥാൻ പിന്നോട്ടു പോയതോടെ ഇന്ത്യ ആക്രമണം അവസാനിപ്പിച്ചു. സൈനിക നീക്കം ഇന്ത്യ അവസാനിപ്പിച്ചെങ്കിലും അതിർത്തിയിലടക്കം ശക്തമായ നിരീക്ഷണം തുടരുകയാണ്. ആവശ്യമെങ്കിൽ ഏത് നീക്കത്തിനും തയ്യാറാണ് ഇപ്പോൾ ഇന്ത്യ നിൽക്കുന്നത്. പാകിസ്ഥാനിൽ നിന്നും പലകുറി ആവശ്യമുണ്ടായിരുന്നെങ്കിലും സിന്ധു നദീജല കരാർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്ത്യ മയപ്പെട്ടിട്ടില്ല. ശക്തമായ നിലപാടിൽ രാജ്യം തുടരുകയാണ്. പാകിസ്ഥാനുമായുള്ള തർക്കം തുടരുന്നതിനിടെ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനത്ത് ആണവ നിലയം സ്ഥാപിക്കാനുള്ള നീക്കത്തിന് ഇന്ത്യയുടെ ആണവ നിയന്ത്രണ ഏജൻസി പച്ചക്കൊടി കാട്ടിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ആണവോർജ വകുപ്പിന് കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമായ രാജസ്ഥാനിലാണ് ഇന്ത്യ ആണവ നിലയം നിർമ്മിക്കുന്നത്. ബൻസുര ജില്ലയിലെ നാപ്ല ഗ്രാമത്തിനടുത്താകും പ്ലാന്റ്. പ്ലാന്റ് വരാൻ പോകുന്നത്. ബൻസുര ജില്ലയിലെ ചോട്ടി, സർവാർ, തെഹ്സീലിലെ ആബിഭിദ്, അതോടൊപ്പം തന്നെ ഭാരി, അതോടൊപ്പം റെഡ്, സജ്വാന, കടുംബി, വാങ്, ലാൽപുര, അതോടൊപ്പം അംബാപുര തുടങ്ങിയ ഗ്രാമങ്ങളിലാകും പദ്ധതി പൂർത്തിയാകുക. പദ്ധതിക്ക് ആവശ്യമായ ഏകദേശ ഭൂമി 660.15 ഹെക്ടർ ആണ്. 3 ഘട്ടങ്ങളായി നടന്ന പരിശോധനകൾക്കും അവലോകനത്തിനും ശേഷം അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് പദ്ധതിക്ക് അംഗീകാരം നൽകി. രാജസ്ഥാനിലെ മഹി ബൻസുരയിലാണ് 700 മെഗാവാട്ട് ശേഷിയുള്ള 4 ആണവ റിയാക്ടറുകൾ നിർമ്മിക്കുക. തദ്ദേശീയമായി വികസിപ്പിച്ച പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറുകളാണ് സ്ഥാപിക്കുക. 2800 മെഗാവാട്ട് ആണവ നിലയത്തിൽ 700 മെഗാവാട്ട് ശേഷിയുള്ള 4 യൂണിറ്റ് ഹെവി വാട്ടർ റിയാക്ടറുകൾ ഉൾപ്പെടും. 800 മെഗാവാട്ട് ശേഷിയുള്ള നിർദ്ദിഷ്ട PHWR റിയാക്ടറുകൾ തദ്ദേശീയമാണ്. ഗുജറാത്തിലും രാജസ്ഥാനിലും നിലവിൽ നിർമ്മാണത്തിൽ ഇരിക്കുന്നവയ്ക്ക് സമാനമാണ്. അണുശക്തി അതോടൊപ്പം തന്നെ വിദ്യുത് നിഗമാണ് മഹി ബൻസാർ പദ്ധതി നടപ്പിലാക്കുന്നത്. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെയും ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡും സംയുക്തമായുള്ള സംരംഭമാണിത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ കർശനമായി പാലിച്ചില്ലെങ്കിൽ വീണ്ടും അവലോകനം ഉണ്ടാകുമെന്ന് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് അറിയിച്ചിട്ടുണ്ട്. ആണവ പദ്ധതികളിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യൻ നിയമനിർമ്മാണത്തിൽ ഭേദഗതികൾ വരുത്തുമെന്ന് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ലോകത്തിന് ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്ന നിലയിൽ രാജ്യത്ത് ഉയർന്ന തോതിൽ വൈദ്യുതി ആവശ്യമാണ്. ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം വൻ പദ്ധതികൾ നടപ്പാക്കാനും ആസൂത്രണം ചെയ്യാനും വൈദ്യുതി ആവശ്യമാണ്. ഈ സാഹചര്യത്തിൽ വൈദ്യുതി ഉൽപാദനത്തിൽ രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ തദ്ദേശീയമായി വികസിപ്പിച്ച റിയാക്ടറുകൾ നിർണായകമായ പങ്ക് വഹിക്കും. കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയുടെ ആണവോർജ ഉൽപാദന ശേഷി വർദ്ധിപ്പിച്ചു. 2014 4780 മെഗാവാട്ടിൽ നിന്നും 2024 8180 മെഗാവാട്ടായി വർദ്ധിച്ചു. വരും വർഷങ്ങളിൽ ഈ കണക്കുകൾ ഉയരാനുള്ള സാധ്യത മാത്രമാണുള്ളത്. 2031 മുതൽ 2032 ആകുമ്പോഴേക്കും 22,480 മെഗാവാട്ടായി 3 ഇരട്ടി വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രധാനമായും ഇന്ത്യ കൽക്കരിയിൽ നിന്നാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. കൽക്കരി, ജലവൈദ്യുത പദ്ധതികൾ, സൗരോർജം, അതോടൊപ്പം തന്നെ കാറ്റ് എന്നിവയ്ക്ക് ശേഷമുള്ള ഏറ്റവും മികച്ച വൈദ്യുതി സ്രോതസ്സാണ് ആണവോർജം. മഹി ബൻസുരയ്ക്ക് പുറമെ കൈഗ, NPP, ഗോരഖ്പൂർ, ഹരിയാന, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ഹീറ്റ് മോഡ് ആണവ നിലയങ്ങൾ ഉടൻ വരും. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ഡേറ്റ പ്രകാരം ഇന്ത്യയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ 20 ആണവ നിലയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. 2017 ജൂണിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച 10 തദ്ദേശീയ 800 മെഗാവാട്ട് പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ പദ്ധതിയുടെ ഭാഗമായാണ് രാജസ്ഥാനിലെ മഹി ബൻസുരയിലെ പദ്ധതി. ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ആരംഭിച്ചിട്ട് വർഷങ്ങളായി. 2017 ജൂണിൽ 10 തദ്ദേശീയ 700 മെഗാവാട്ട് PHWR ഫീറ്റ് മോഡിൽ സ്ഥാപിക്കുന്നതിന് സർക്കാർ ഭരണാനുമതിയും സാമ്പത്തിക അനുമതിയും നൽകിയിരുന്നു. റിയാക്ടറുകളുടെ നിർമ്മാണം എന്ന് പൂർത്തിയാകുമെന്ന കാര്യത്തിൽ അധികൃതർ വിവരങ്ങൾ പങ്കുവച്ചിട്ടില്ല. 2031 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ ആണവശേഷിയിൽ 7000 മെഗാവാട്ട് കൂട്ടിച്ചേർക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. 2047ഓടെ കുറഞ്ഞത് 100 ജിഗാവാട്ട് ആണവോർജം വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഈ വർഷം ആദ്യം ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിശദീകരിച്ചു. അതിനാൽ തന്നെ പദ്ധതി പ്രവൃത്തികൾ അതിവേഗത്തിൽ പുരോഗമിക്കും. പ്രദേശവാസികളിൽ നിന്നുള്ള എതിർപ്പ് മറികടക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. തൊഴിൽ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പ്രാദേശികവാസികൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാർ അനുഭാവപൂർവ്വം നടപടി സ്വീകരിക്കുന്നുമുണ്ട്. പ്രതിഷേധക്കാരുമായി ചർച്ചകളും നടന്നുവരികയാണ്. 2033ഓടെ പ്രവർത്തനക്ഷമമാകുന്ന തരത്തിൽ ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത ചെറിയ മോഡുലാർ റിയാക്ടറുകളുടെ വികസനം ഈ പുതിയ ശേഷിയിൽ ഉൾപ്പെടുത്തുമെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.